എൻ്റെ പേര് ധന്യ രാജേഷ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചക്കപ്പഴം പ്രഥമനാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമേ തന്നെ ചക്കപ്പഴം, തേങ്ങാക്കൊത്ത്, ജീരകം, ഏലക്ക, ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, പാല്, നെയ്യ്, ചക്കപ്പഴം. ഇത് ഞാൻ ഓൾറെഡി ചക്കപ്പഴം നെയ്യിൽ വറുത്തതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ ഈ പാല് തിളപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ നെയ്യ് ഒഴിക്കുന്നുണ്ട്. എടുത്തു വെച്ച നെയ്യ് ചൂടായതിന് ശേഷം അതിനകത്ത് തേങ്ങാക്കൊത്തിട്ട് വറുക്കുക. ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇത് മൂപ്പായി. ഇനി നമുക്കിത് കോരി മാറ്റാം. എടുത്തു വെച്ച ചക്കച്ചുള ഓരോന്നായി ചെറുതായി അരിയാം ഉണ്ടാക്കാനായി. അരിഞ്ഞു വെച്ച ചക്കച്ചുള നമ്മൾ ഒരു പാനിലേക്ക് വറുക്കാനായി മാറ്റുന്നു. നന്നായി മൂക്കത്ത് ചുമന്ന നിറമാകുന്നത് വരെ ഇത് വരട്ടുക. അത് ഏകദേശം ഒരുവിധം മൂപ്പായി. അന്നേരത്തേനും ഇതിനകത്തേക്ക് നെയ്യും അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വെല്ലവും ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക. ഇത് ഉരുകിയായിരിക്കുന്ന ചക്കപ്പഴം എന്നാൽ പാലിലേക്ക് മാറ്റുകയാണ്. ഒരു ഏകദേശം ചക്ക വരട്ടാൻ ഒരു മണിക്കൂറോളം ടൈം എടുക്കും. നന്നായിട്ട് മെറൂൺ കളറാകുന്നത് വരെ ചക്ക വരട്ടുക. ഏകദേശം കുറുകി പറ്റി തുടങ്ങി. ഇനി 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാം. ഏകദേശം കുറുകി പറ്റി റെഡിയായി കഴിഞ്ഞു. നല്ല സ്മെല്ലെല്ലാം വന്നു. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. അല്പം മധുരം ഉണ്ടോയെന്ന് നോക്കട്ടെ. പാകത്തിന് മധുരമൊക്കെ ഉണ്ട്. ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് സെർവിങ്ങിനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുന്നു. ഗാർണിഷിനായി ഞാൻ പച്ച മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇതോടൊപ്പം ചക്കച്ചുളയും വെക്കുന്നു. ചക്കപ്പഴ പായസം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതിന്റെ റെസിപ്പി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചക്കപ്പഴ പായസവും റെസിപ്പിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.